വെൽക്കം ടു റോസ് ലവ്സ്. ആർക്കാണ് ഒരു ഗ്രൂമിങ് ഇഷ്ടമല്ലാത്തത്? ആർക്കാണ് ഗ്രൂമിങ് ഇഷ്ടമല്ലാത്തത്? ആർക്കാണ് ഗ്രൂമിങ് ഇഷ്ടമല്ലാത്തത്? ഹലോ ഗായ്സ്, വെൽക്കം ടു റോസ് ലവ്സ്. വെൽക്കം ടു റോസ് ലവ്സ്. അപ്പോൾ ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഓണം പ്രമാണിച്ച് ഞാനിന്ന് ഹലോ ഗായ്സ്, വെൽക്കം ടു റോസ് ലവ്സ്. ഇന്ന് ഞാൻ ഗ്രൂം ചെയ്യാണ്. ഗ്രൂമിന്നാണ് ഓണം പ്രമാണിച്ച് നല്ലൊരു ഗ്രൂമിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആദ്യം തന്നെ കാണിക്കാം. ഇത് കണ്ട് എൻ്റെ കയ്യിൽ നിറച്ച് മുടിയാണ്. ഈ മുടീനെ നമ്മൾ വാക്സ് ആണ് ചെയ്യുക, അല്ലെങ്കിൽ ഷേവ് ചെയ്യും, പല രീതിയിൽ നമ്മൾ ചെയ്യും. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് റിമൂവൽ, ലേസർ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ പെർമനൻ്റ്ലി റിമൂവ് ആവും. പക്ഷേ ഏതെങ്കിലും വർഷമൊക്കെ ചിലപ്പോൾ ഇച്ചിരി കുറച്ച് കിളിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും വാക്സിങ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മുടി അത്യാവശ്യം നല്ല വലുത് അത്രയും വരില്ല. സോ ലേസർ റിമൂവിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ലെഗും ഹാൻഡും അതേപോലെ ഇപ്പോൾ മീശ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കിപ്പോൾ അത്ര ബഡ്ജറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ മാത്രം ചെയ്യാം. മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ വാക്സിങ് ചെയ്യുന്നതിനേക്കാളും വളരെ ഉപകാരമാണ്. അതും 8 സെഷനൊക്കെ മതി. വാക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ചെയ്താൽ മാത്രമല്ലേ മുടി അപ്പോൾ വളരുന്നതനുസരിച്ച് കിളിച്ചുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ അങ്ങനെയല്ല, 8 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലവർക്കൊക്കെ 16 ആവും. കാരണം മുടിയുടെ നീളം അനുസരിച്ചിട്ട്, ഇങ്ങനെ വളർച്ച അനുസരിച്ചിട്ട്. എൻ്റെ മുടിക്ക് അത്ര വളർച്ചയില്ലാത്ത മുടി ആയതുകൊണ്ട് കണ്ട മനസ്സിലാവും അത്ര ഇല്ല, ഹെയർ അത്ര ഇല്ലാത്തത് കൊണ്ട് 8 കൂടിപ്പോയ 4 സെഷനൊക്കെ മതി. സോ ഇന്ന് ഞാൻ ഹെയർ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇന്ന് എവിടെ പോകണേന്നും എല്ലാം കാണിച്ചു തരാം, എങ്ങനെയാണത് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം. സോ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന ക്ലിനിക്ക്. ഇവിടെയാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ സ്കിന്നിലുണ്ടോ അവിടെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ക്ലിനിക്സ് ആട്ടോ ഇത്. ഡെർമറ്റോളജി പല സ്ഥലത്തുണ്ട്, പക്ഷെ ഞാൻ പോകുന്ന സ്ഥലമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് നല്ലതാണ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചറിയാൻ പറ്റും. ആ ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോയിൽ ഉറപ്പായിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ H&M സ്റ്റുഡിയോ ഉള്ള പ്രസ്റ്റീജിൻ്റെ അവിടുത്തെ കടയിലേക്ക് ഞാൻ പോയി ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇന്നലെ വെസ്റ്റ് സൈഡ് പോയതാണല്ലോ. വെസ്റ്റ് സൈഡിൽ അത്യാവശ്യം ഞാൻ കണ്ടു, പക്ഷെ എന്നാലും എല്ലായിടത്തും വെസ്റ്റ് സൈഡ് ഒരേപോലെ അല്ല. ബിക്കോസ് കുറേ സ്ഥലത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ഉണ്ടായിരിക്കും ആ ഡ്രസ്സുകൾ, അവിടെ എന്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വെസ്റ്റ് സൈഡിലും പോകണമെന്നുണ്ട്. ആദ്യമേ തന്നെ H&M പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ H&M പിന്നെ നമ്മുടെ ഈ സ്റ്റുഡിയോയിലും പോയി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. എല്ലാം അത്യാവശ്യം XL, L, M ഇങ്ങനെയുള്ള സൈസൊക്കെയാണ്. എസ്സിന് പറ്റിയ ലൈക്ക് ഷോർട്ട് ടോപ്സ് ഒന്നും ഇല്ല, ക്രോപ്പ് ടോപ്സ് ഒട്ടും ഇല്ല. സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. സ്റ്റുഡിയോയിൽ നിന്ന് H&M കിട്ടിയില്ല. സോ ഞാനിനി നേരെ വെസ്റ്റ് സൈഡിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ വെസ്റ്റ് സൈഡിൽ പോയി ഒരു ഡ്രസ്സ് എടുത്തതാണ്, പക്ഷെ എന്നാലും ഒരു ഡ്രസ്സല്ലേ ഞാൻ എടുത്തുള്ളൂ. സോ ഒന്നും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ച്. സോ നേരെ വെസ്റ്റ് സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം. ഈ മേഘം ഒന്ന് കണ്ട് നോക്ക്. ആക്ച്വലി മേഘം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. ഓണം വരുന്നതുകൊണ്ടായിരിക്കും നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശരിക്കും ഈ ക്ലൈമറ്റ്. ഈ ആകാശവും മേഘവും കാണാൻ എന്ത് രസമാണ്. നല്ല അടിപൊളി തെളിഞ്ഞ ക്ലൈമറ്റ്. എങ്ങനെ ഞാൻ വെസ്റ്റ് സൈഡിലെത്തി. വെസ്റ്റ് സൈഡ് നെക്സ്റ്റ് വേറൊരു ഔട്ട്ലെറ്റിൽ പോയപ്പം ട്രൈ ചെയ്ത ഡ്രസ്സസ്സാണ്. ഫസ്റ്റ് ഡ്രസ്സ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഡ്രസ്സ് ഓക്കെയാണ്. ഇപ്പം നീളമുള്ള ഒരു ഫ്രോക്കാണിത്, കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വരെയുള്ള ഫ്രോക്കാണിത്. എല്ലാ ഡ്രസ്സസും കൊള്ളാം, പക്ഷേ എനിക്ക് എന്തോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഈ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് നല്ല ഡ്രസ്സായിരിക്കും. പിന്നെ ഞാൻ എടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്, ഈ ബബിൾ ഗം എന്ന് പറഞ്ഞിട്ട് പിങ്ക് ഷെയ്ഡ് ഞാൻ എടുത്തത്. ചീക്ക് ടിൻ്റാണിത്. ചീക്ക് ഞാനിപ്പോൾ ആക്ച്വലി അവിടെ വെച്ച് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ പറ്റിയ ചീക്ക് ടിങ്ക് അവിടെ ഉണ്ടായിരുന്നു. ടെസ്റ്ററുണ്ട്. അപ്പോൾ ടെസ്റ്റർ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം.
എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന്. അങ്ങനെ ഞാൻ ടെസ്റ്റർ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ കാണുന്നത് ബബിൾ ഗം എന്ന് പറഞ്ഞിട്ട് പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തത്. പല ഷെയ്ഡുണ്ട്, റെഡ്, അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ട്, ചെറിയൊക്കെ ഉണ്ട്. ഞാനിത് പിങ്ക് എടുത്തത്. അതിനുശേഷം ഞാൻ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. ഞാനപ്പോൾ സുപ്രീം ബേക്കേഴ്സ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ മിക്കപ്പോഴും കാണുന്ന വൈറ്റ്ലയിൽ. സോ നേരെ സുപ്രീം ബേക്കേഴ്സിൽ ഈ പ്രാവശ്യം മൾട്ടി ക്യുസൈൻ റെസ്റ്റോറൻറ്റ്സ് സുപ്രീം ബേക്കേഴ്സ് ഞാൻ പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. താഴെ വന്നിട്ട് ബേക്കറി ഷോപ്പാണ്. നമുക്ക് ബേക്കേഴ്സൊക്കെ എല്ലാം വാങ്ങാൻ പറ്റുന്ന ബേക്കറി ഷോപ്പാണ്. മേളിൽ വന്നിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റെയറുണ്ട്. സ്റ്റെയറിൽ കയറി നമുക്ക് മേളിലേക്ക് പോവുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. കണ്ടോ, ഈ സ്റ്റെപ്പ് കയറി നമ്മൾ അങ്ങനെ കയറുക. ഇതാണ് ആ ഉള്ളിലത്തെ, ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ ആംബിയൻസ്. നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഫർണിച്ചേഴ്സൊക്കെ എല്ലാം ഒരു ഡാർക്കായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് കൊടുത്തത്. പക്ഷേ നല്ല രസമുണ്ട്. ലൈറ്റിംഗ് ആണെങ്കിലും നന്നായിട്ട് കിട്ടും. ആ ടേബിളിലേക്കുള്ള ലൈറ്റിംഗ് അടിപൊളിയാണ്. സോ ഗായ്സ്, ഞാൻ സുപ്രീം ബേക്കേഴ്സിൽ വന്നിരിക്കുകയാണ്. സോ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓരോന്ന് വായിച്ച് വരുമ്പോഴേക്കും സമയം പോകും. കാരണം അത്രമേൽ മെനൂസ്, ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഡിഷസ്, കുസൈന് ഇഷ്ടംപോലെ. ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി, ഏത് ടൈപ്പ് വേണമെങ്കിൽ, ഇറ്റാലിയൻ ഡിഷ് വേണമെങ്കിൽ ഇറ്റാലിയൻ ഡിഷ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഞാനപ്പോൾ സുപ്രീം ബേക്കേഴ്സിൽ വന്നിരിക്കുകയാണ്. ഞാനെന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ബട്ടർ ചിക്കനും കാശ്മീരി പുലാവും പിന്നെ ഒരു ഷൊമാമോ ആണ് ഓർഡർ ചെയ്തത്. സോ നല്ല നൈസ് വൈബാട്ടോ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുട്ട് പോലെ, ആക്ച്വലി ഡാർക്കായിട്ടുള്ള ഫർണിച്ചേഴ്സാണ്. പക്ഷെ എന്നാലും നല്ല ഒരു ആംബിയൻസ് ആട്ടോ. ആൻഡ് കാം ആൻഡ് നൈസ് പ്ലേസ് ആണ്. ഈവൻ ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിലും നല്ലൊരു കാം ആൻഡ് നൈസ് പ്ലേസ് ആണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഷമാൻ ജ്യൂസ് വന്നിരിക്കുകയാണ്. ഇത് എന്നെക്കാളും വലിയ ഗ്ലാസ്സാണ് കേട്ടോ, ഭയങ്കര വലിയ ഗ്ലാസ്സാണ്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്. സൂപ്പർ. ഞാൻ ഇവിടുത്തെ ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഈ ഒരൊറ്റ ലൈറ്റ് മതി, നല്ല വെട്ടമാണ്. ഈ ഒരൊറ്റ ലാമ്പാണ്, പക്ഷെ നല്ല ലൈറ്റാണ് ഈ ടേബിളിലേക്ക്. സോ ഞാൻ ഓർഡർ ചെയ്തത് വെജ് പുലാവാണ്, വെജ് കാശ്മീരി പുലാവാട്ടത്. ഇത് ബട്ടർ ചിക്കനാണ്. ഈ കാശ്മീരി വെജ് പുലാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റൈസാട്ടോ, പുലാവാണ്. ഭയങ്കര ഇഷ്ടമാണ് ഈ കാശ്മീരി. എനിക്ക് സാധാരണ ഒരു വെജിറ്റബിൾ പുലാവിനേക്കാൾ ഇഷ്ടം കാശ്മീരി പുലാവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആക്ച്വലി കാശ്മീരി വെജ് പുലാവ് എന്ന് പറഞ്ഞാൽ മിക്കതും കൂടുതൽ ഫ്രൂട്ട്സ് ആയിരിക്കും, ഫ്രൂട്ട് ഐറ്റംസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഫ്രൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ, പൈനാപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള ആഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാശ്മീരി പുലാവ്. ആൻഡ് അതിൻ്റെ കൂടെ ഒരു ചിക്കനും കൂടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
സോ പിന്നെ ഞാനിത് ഭക്ഷണം വന്നതോടുകൂടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ചുറ്റും ആരെയും കണ്ടില്ലെന്ന് തന്നെ പറയാം. ഞാൻ ആരെയും ശ്രദ്ധിച്ചുമില്ല. ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമോ തന്നെ ശ്രദ്ധിക്കാതെ അങ്ങ് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അതും ഒടുക്കത്തെ സ്പീഡിൽ എനിക്ക് വൈകിയാണ് കിട്ടിയെങ്കിലും ഞാൻ വേഗം കഴിച്ച് അത് ഫുള്ള് പടപടാന്ന് തീർത്തു. അതിൻ്റെ രുചി കാരണം ഞാൻ സത്യം പറയാലോ ആരെയും ശ്രദ്ധിക്കാൻ തന്നെ പോയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തന്നെയും എനിക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേബിളിലേക്ക് നോക്കും. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാതെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് അറിഞ്ഞ് കഴിക്കും. അങ്ങനെ ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കഴിച്ച് ബാക്കിയുള്ളത് ഞാൻ വീട്ടിലേക്ക് ഞാൻ പാഴ്സൽ ചെയ്തിട്ടോ. പാഴ്സൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനത് പാക്ക് ചെയ്തു ബാക്കി വന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പയ്യേനെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകെ ഇച്ചിരി ഉള്ളായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ മതിയാക്കി വെച്ച് ഞാൻ പോകാറില്ല. ഞാൻ ഇച്ചിരി ഒരു ചിക്കൻ കഷ്ണമാണെങ്കിലും ഞാൻ പറയും പാക്ക് ചെയ്യാൻ പറയും. അങ്ങനെ ഒരാളാണ് ഞാൻ, അത് വെച്ചിട്ട് പോകാറില്ല. ബാക്കി വന്നത് ഒക്കെ ഞാൻ പാക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സോ ഇത് കഴിച്ച് കഴിഞ്ഞ് നേരെ ഇനി നേരെ താഴെ തന്നെ ഈ സുപ്രീം ബേക്കേഴ്സ് ഉണ്ട്, അതായത് ബേക്കറി സാധനങ്ങൾ വാങ്ങുന്ന കടയുണ്ട്. ഇതിൻ്റെ തന്നെ താഴെയുണ്ട്. സോ അവിടെ പോയിട്ട് ഇനി ഓണത്തിനുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. സോ അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഗായ്സ്. ബാക്കിയുള്ളത് ഇതിനകത്ത് 2 ചിക്കൻ കഷ്ണമുണ്ട്. ഇത് ഇച്ചിരിയേ ഉള്ളൂ പുലാവിന് ബാക്കി. ആ ബൗള് ഫുള്ള് പുലാവ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ 3/4 ഭാഗവും കഴിച്ചു കഴിഞ്ഞു. ഇനി ഷമാം ജ്യൂസുണ്ട്. ഷമാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അതായത് പ്ലെയിനായിട്ട് കഴിക്കുന്നതിനേക്കാളും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മുസമ്പിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഷമാം ജ്യൂസിന്. ഞാൻ ആ പുള്ളിയോട് F&B സർവീസ് ചെയ്യുന്ന അങ്കിളോട് പറയുമായിരുന്നു അത് പാക്ക് ചെയ്യാൻ പറയണ. അങ്കിൾ അപ്പോൾ അത് പാക്ക് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോയി. സോ അങ്ങനെ ആ ഷമാം ജ്യൂസ് ഞാൻ കുടിച്ച് തീർക്കുകയാണ്. അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഓവറായിട്ട് തണുപ്പില്ല. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ചില്ലായിട്ടുള്ള തണുപ്പേ ഉള്ളൂ. ഓവറായിട്ട് തണുപ്പുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള തണുപ്പില്ല. സോ നമുക്ക് കുടിക്കാനായിട്ടാണെങ്കിലും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തന്നേക്കണം ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ അത് ആക്ച്വലി പത മാത്രമാണ്. ആ ജ്യൂസ് ഞാൻ ഫുള്ളും കുടിച്ചു. ആ ബാക്കി ഇരിക്കുന്നതെന്ന് പറയുന്നത് അത്രയും പതയാട്ടോ. അതിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു പതയാണത്. അങ്ങനെ ബില്ല് കിട്ടി. ബില്ല് വന്നപ്പം ഞാൻ ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വിലയുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയൊന്നുമല്ല, നല്ല വിലയുണ്ടായിരുന്നു. 924 റുപ്പീസോളം ഉണ്ടായിരുന്നു. കുറച്ച് കോസ്റ്റ്ലിയാണ്. അങ്ങനെ താഴത്തെ ബേക്കറി ഷോപ്പാട്ടോ. ബേക്കറി ഷോപ്പിലാണെങ്കിൽ എല്ലാ ടൈപ്സ് ഓഫ് ബേക്കറി സാധനങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഗീ കേക്കാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സുപ്രീം ബേക്കേഴ്സിൽ ഞാൻ എപ്പോൾ ഓർഡർ ചെയ്താലും സ്വിഗ്ഗിയോ അല്ലെങ്കിൽ ഇൻസ്റ്റമാർട്ട് അല്ല, സൊമാറ്റോ ഒക്കെ വഴി ഓർഡർ ചെയ്യുന്നത് കൂടുതലും സുപ്രീം ബേക്കേഴ്സിൽ നിന്ന് ഗീ കേക്ക് ആയിരിക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇവരുടെ ഗീ കേക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ ഗീ കേക്കാണ് എടുത്തത്. പിന്നെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പേരിയൊക്കെ എടുത്ത്, പച്ചുപ്പേരി ഉണ്ട്, പഴുത്തിട്ടുള്ള വറുത്ത ഉപ്പേരി ഉണ്ട്. ഞാൻ പഴുത്ത വറുത്ത ഉപ്പേരി എടുത്തത് കാരണം എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം.
സോ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ട് അതെടുത്ത്. പിന്നെ ഇതേ പക്കാവട ഉണ്ടായിരുന്നു. പക്കാവട എൻ്റെ ഒരു ഫേവറേറ്റാണ്. മുറുക്ക് പക്കാവട എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. സോ അങ്ങനെ എൻ്റെ കൊതിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ പക്കാവട എടുത്തു. അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എൻ്റെ കണ്ണ് പോയ സാധനങ്ങൾ ഇതൊക്കെ. പിന്നെ റസ്ക് എടുത്തായിരുന്നേ. പിന്നെ അതേ നമ്മുടെ ക്രീം ബണ്ണ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ക്രീം ബണ്ണ്, പിന്നെ പപ്സ് ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ എന്നാലും എൻ്റെ കണ്ണ് പോയത് നേരെ നമ്മുടെ ഇലയട എന്നാണ് പറയുന്നത് തോന്നുന്നു. ഇതിന് ഇലയപ്പം എന്നാ, ഇലയട എന്നങ്ങാണ്ട പറയുന്നത്. ഈ ശർക്കര ഇടയ്ക്ക് വെച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. സോ അത് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ യൂബർ ബുക്ക് ചെയ്തു. പക്ഷേ യൂബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ കുറച്ചിട്ട് വലിച്ചു. കാരണം ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ അങ്ങ് പോയി കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ച് വരുത്തിയതാണ് പുള്ളീനെ. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, നല്ല രസം, നല്ല ബ്രീസ്, നല്ല കാറ്റ്, അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ വാവ്. ഇത് ആക്ച്വലി വൈറ്റില പാലം കേട്ടോ. വൈറ്റിലയിലെ പാലമാണ്, ഫ്ലൈ ഓവർ. അപ്പോൾ ഫ്ലൈ ഓവറിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. വൈറ്റില ഫ്ലൈ ഓവറിൽ കൂടെ പോവുകയാണെങ്കിൽ നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തും. കാരണം ഭയങ്കര ഈസിയാണ് വീട്ടിലേക്ക് ആക്സസിബിലിറ്റി ഭയങ്കര ഈസിയാണ്. കാരണം എവിടെ ഒരു ബ്ലോക്കും കൂടാതെ നേരെ ഫ്ലൈ ഓവറിൽ കൂടെ ഇങ്ങനെ വിട്ടടിച്ച് വീട്ടിലേക്ക് പോകാം. അതാണ് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഈ ഫ്ലൈ ഓവർ കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് അതാണ്. ഇപ്പോൾ ഈ കുണ്ടന്നൂർ മരട് കിടക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അരൂര് കിടക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഉണ്ടാക്കിയിട്ടത്. ഇപ്പോൾ എടപ്പള്ളിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ എടപ്പള്ളിയിൽ നിന്ന് നേരെ വേറെ ഒരു ബ്ലോക്കിൽ പെടാതെ നേരെ ഫ്ലൈ ഓവർ കയറാം. പാലാരിവട്ടത്ത് ഫ്ലൈ ഓവറുണ്ട്, അതുപോലെ വൈറ്റിലയിലും ഫ്ലൈ ഓവറുണ്ട്. നേരെ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയാൽ മതി. ബ്ലോക്കിലൊന്നും പെടാതെ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്സസിബിലിറ്റി, ഇങ്ങനത്തെ ഫ്ലൈ ഓവേഴ്സ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒബ്രോണിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലൈ ഓവറും, അതേപോലെ ഈ വൈറ്റിലയിൽ ഒരു ഫ്ലൈ ഓവറും വരണം. തൃപ്പൂണിത്തുറ റൂട്ടിൻ്റെ അങ്ങോട്ട് ഒരു ഫ്ലൈ ഓവർ വന്നാൽ ഈ ബ്ലോക്ക് കറക്റ്റായിട്ട് കുറയും. സോ അങ്ങനെ ഡെക്കാത്തലിനെത്തി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്താറായി. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലവ് യു സോ മച്ച്, സ്റ്റേ ട്യൂൺ.